അങ്ങനെ ഞാനും അച്ഛനും അമ്മൂസും കൂടി തലശ്ശേരിയിലാണേ വന്നത്. തലശ്ശേരി മെട്രോയിൽ. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഒരു മാസത്തെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കും. ഇവിടെ ഏകദേശ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം എനിക്കറിയാം എന്നുള്ള അഹങ്കാരത്തിൽ കഴിഞ്ഞ തവണ ഞാൻ ഉഴുന്നിന് പകരം വാങ്ങിച്ചത് 2 പാക്കറ്റ് വെള്ള ഗോതമ്പായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മയാണ് പറഞ്ഞത്, ഇതെന്തിനാ ഈ വെള്ള ഗോതമ്പെന്ന്. കാരണം സാധാരണ ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് പറ്റിയ അമളി എനിക്ക് മനസ്സിലായത്. അവസാനം ഞാൻ പറഞ്ഞു, വെള്ള ഗോതമ്പ് വെച്ച് പായസം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് മാത്രമല്ല കേട്ടോ ഇങ്ങനെ അബദ്ധം പറ്റിയത്, അമ്മൂസിനും ഉണ്ട്. 1 കിലോ മുളകിന് പകരം 1/2 കിലോ വാങ്ങിച്ചു. അവള് എന്നേക്കാൾ ഹൈറ്റ് വെച്ച് എന്ന് കാണിക്കാൻ ഞാൻ മുളകെടുത്തോളാം അമ്മ എന്ന് പറഞ്ഞു പോയതാ. ഞാൻ വിചാരിച്ചു എന്നാ ചേട്ടേന്ന്. പിന്നെ ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോ അതും അമ്മയാ പറഞ്ഞത്, ഇത് 1/2 കിലോ മുളകല്ലേ ഉള്ളൂ എന്ന്. ഇതൊക്കെയാണ് സാധനം വാങ്ങാൻ പോയാലുള്ള അവസ്ഥ. ഇവിടെ വന്നാൽ അമ്മൂസിനൊരു 2-3 സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ബുക്സ്, പെന്നി സെക്ഷൻസ് ഇല്ലേ, സ്കെച്ചൊക്കെ ഉള്ളത് ആ സെക്ഷൻ. പിന്നെ ഒന്ന് ചോക്ലേറ്റിന്റെ സെക്ഷൻ. അടുത്തത് ഐസ്ക്രീമിന്റെ സെക്ഷൻ. ബുക്സിന്റെ സെക്ഷനിൽ നിന്ന് ഇത്തവണ ഒറ്റൊരു നോട്ട്ബുക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുന്നതാണ്. ഇത്തവണ ഏട്ടൻ വന്നു പോയതുകൊണ്ട് ഒന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത്തിരി പിശുക്കുള്ളത് കൊണ്ട് ഞാൻ ഏകദേശം ഓഫർ നോക്കിയിട്ടേ ഞാനൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ. അമ്മൂസിന്റെ ഈ പോക്ക് കണ്ടാ വിചാരിക്കും എന്തോ വെച്ചത് എടുക്കാൻ പോവാണെന്നല്ലേ. അല്ല, ഐസ്ക്രീം സെക്ഷനിലോട്ടാണ്. ഇത്തവണ പക്ഷേ അവക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് അത് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ വാങ്ങിച്ചു ഇവിടുന്നല്ല, വേറൊരു സ്ഥലത്തുനിന്ന്. ആ വീഡിയോ ഞാൻ പിറകെ ഇടാവേ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് പേ ചെയ്യാൻ ക്യൂ നിൽക്കുമല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അമ്മൂസിനൊരു കറക്കമുണ്ട് കേട്ടോ. ചോക്ലേറ്റ് സെക്ഷനിൽ ഓരോ ചോക്ലേറ്റും എടുക്കും, എന്നെ നോക്കും. ഞാനും തിരിച്ചൊരു നോട്ടം നോക്കും. അപ്പം അത് മെല്ലിനെ തിരിച്ച് അവിടെ തന്നെ വെക്കും. പിന്നെ എടുക്കും, പിന്നെ എന്നെ നോക്കി ചിരിക്കും. അതുപോലെ തന്നെ അവിടെ വെക്കും. അങ്ങനെ അവസാനം ഇന്നൊന്നും വാങ്ങാതെ നല്ല കുട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ലിഫ്റ്റിൽ നിന്നും 1-2 ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമായിരുന്നല്ലോ. അങ്ങനെ 1-2 സ്ഥലത്തും കൂടെ കയറിയിട്ടാണ് വീട്ടിലേക്ക് പോയത്.